ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു 4 മീഡിയം ടു വലിയ സൈസിലുള്ള ഒണിയൻ കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം. പരമാവധി നൈസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 2 to 2.5 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് പറയുന്നത്. അതിനുശേഷം അതിലേക്കൊരു 2 തണ്ട് വേപ്പിൻ്റെ ഇല കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്യുക. അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 4 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്യുക. റൗണ്ടിൽ കട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, നമുക്കിഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. ഇന്ന് എനിക്ക് റൗണ്ടിൽ കട്ട് ചെയ്യാൻ തോന്നി, അത്രേ ഉള്ളൂ. നമുക്ക് നടു കീറിയിടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. പിന്നെ പച്ചമുളകിൻ്റെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ എങ്ങനെ വേണമെങ്കിലും ആവാം. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. പെട്ടെന്ന് സവോള സോട്ടഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് പല പല സ്റ്റെപ്പിലായിട്ടാണ് ആഡ് ചെയ്യുന്നത്, നമുക്ക് സേഫർ സൈഡിലിരിക്കാം. അതിനുശേഷം ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ്ഡ് ഇഞ്ചീൻ്റെ കഷ്ണം, അത് രണ്ടും ചതച്ച് വെച്ചത് ആഡ് ചെയ്യുക. അത് ലേറ്റായിട്ട് ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്താൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ പോയി ഒന്ന് സോട്ടഡായി വന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമുക്ക് മസാല പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. ഈ സ്പൂൺ ചെറുതായതുകൊണ്ടാണ്, അളവ് പറയുകയാണെങ്കിൽ ഒരു 4.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മല്ലിപ്പൊടിയാണ് നമ്മുടെ കറിക്ക് എപ്പോഴും ഒരു തിക്നെസ് കൊടുക്കുക. അപ്പോൾ 4.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവ് വളരെ കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാം. ഇതിപ്പോൾ ഒരു പാകം എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആ പൊടികളുടെ ഒരു പച്ചമണം പോകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് കരിയും, അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. അപ്പോൾ ആ പൊടികളുടെ പച്ചപ്പൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്യുക. തക്കാളി നമ്മൾ ഒരു പുളിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കറിയിൽ ആഡ് ചെയ്യുന്നത്. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഒരു വാട്ടർ കണ്ടൻറ്റ് അതിലുണ്ടാവും, അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും, അത്ര പെട്ടെന്ന് അടി പിടിക്കില്ല. ഒരു ടീസ്പൂൺ കൂടി ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലുള്ളൊരു സീക്രട്ടായിരുന്നു, ബട്ട് ദെൻ വീണ ചേച്ചി ഇപ്പോൾ അത് ഭയങ്കര പബ്ലിഷ് ചെയ്തു. സോ അതൊരു പരസ്യമായ രഹസ്യമായി മാറി. ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അതൊരു ഗ്രേവി കൺസിസ്റ്റൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു കപ്പ് വെള്ളം ചൂടാക്കി വെക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഹോട്ടായതായതുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതും ഹോട്ട് വാട്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ അത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ബട്ട് എപ്പോഴും നമ്മളൊരു കറിയിലേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ അത് ചൂടുവെള്ളമായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് മസാലയായിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് എല്ലാ സൈഡിലേക്കും ആ മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ചിക്കൻ ഏകദേശം ഒന്ന് മുങ്ങിക്കിടക്കുന്ന ലെവലിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഒരു 1 കപ്പ് വെള്ളം, ആ വെള്ളം കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഹൈ ആക്കി വെക്കാം. ഇനി പെട്ടെന്ന് അടി പിടിക്കില്ല. എന്നിട്ട് ഒന്ന് തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് തിളച്ച് തുടങ്ങിയാൽ നമുക്കിനി മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലിഡ് തുറന്ന് നോക്കുക. ഇനി ഒരു പാകം കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ മസാലയാണ്.
ഇതൊരു 3 ടീസ്പൂണോളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. അതൊരു 1 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹസ്ബൻഡ് വീട്ടിൽ ഇതൊക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കൊരു ടെൻഷനും ഇല്ലാതെ ഇതൊക്കെ ആഡ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇടുമ്പോഴാണ് നോൺ വെജ് കറികൾക്ക് ഒരു ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ കുക്കിംഗ് പരിപാടി ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇടയ്ക്ക് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ ഒരു ടേസ്റ്റിനും ഒരു മണത്തിനൊക്കെ വേണ്ടി ഒരിത്തിരി മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. വേറെ വർക്കുകളൊന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാം ഡണ്ണാണ്. ഇനി ഓരോരുത്തരുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസിക്കനുസരിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എപ്പോഴും കുറേ ഗ്രേവി വേണം, എന്നാൽ എൻ്റെ വീട്ടിൽ കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇന്ന് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഓഫ് ചെയ്യാം. ഈ തിക്നെസ് എങ്കിലും ഇത്രയും കൺസിസ്റ്റൻസി വേണം എന്നാണ് ഇവിടെ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഭയങ്കര രസമാണ്. അപ്പോൾ കുക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കയ്യിൽ നിന്ന് എടുക്കുക, 2 കൊട്ട് കൊട്ടുക, ഇത് അടച്ച് വയ്ക്കുക. അതൊരു സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ്സ് ഓൾ. ബൈ.